കായംകുളം നഗരസഭ 32-ാം വാർഡിൽ കേന്ദ്ര സർക്കാരിന്റെ ഉജ്ജ്വൽ ഗ്യാസ് യോജന പ്രകാരം 3 കുടുംബങ്ങൾക്ക് ഗ്യാസ് കണക്ഷൻ വിതരണവും വാർഡ് വികസന സമിതി നടപ്പാക്കിയ പെൻഷൻ പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു. ഗ്യാസ് കണക്ഷൻ വിതരണത്തിന്റെ ഉദ്ഘാടനം ബിജെപി മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ രാംദാസും പെൻഷൻ പദ്ധതിയുടെ ഉദ്ഘാടനം വാർഡ് മെമ്പർ സന്തോഷ് കണിയാമ്പറമ്പിലും നിർവഹിച്ചു. കായംകുളം നഗരസഭ 32-ാം വാർഡിൽ കേന്ദ്ര സർക്കാരിന്റെ ഉജ്ജ്വൽ ഗ്യാസ് യോജന പദ്ധതി പ്രകാരം ഗ്യാസ് കണക്ഷനും വാർഡ് കൗൺസിലർ നേതൃത്വം നൽകുന്ന വാർഡ് വികസന സമിതിയുടെ പെൻഷൻ പദ്ധതിയുടെയും ഉദ്ഘാടനം നടന്നു. 3 കുടുംബങ്ങൾക്കാണ് ഗ്യാസ് കണക്ഷൻ നൽകിയത്. 2 കുടുംബങ്ങൾക്ക് വർഷം മുഴുവൻ മാസം തോറും പെൻഷൻ നൽകുന്നതാണ് പെൻഷൻ പദ്ധതി. വാർഡ് കൗൺസിലർ സന്തോഷ് കണിയാമ്പറമ്പിലിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം ബിജെപി മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ രാംദാസ് ഉദ്ഘാടനം ചെയ്തു. യാതൊരു വിവേചനവും കൂടാതെ വികസന പദ്ധതികൾ നടപ്പിൽ ആക്കുന്നതുകൊണ്ടാണ് 3 ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് ഉജ്ജ്വൽ ഗ്യാസ് യോജനയിൽ ഗുണഭോക്താക്കളാകാൻ സാധിച്ചതെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 20 പ്രോഗ്രാമിന് മുകളിലായിട്ട് നമ്മൾ നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഈ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഉജ്ജ്വൽ യോജനയ്ക്കകത്ത് വേണ്ടി നിരവധികളായ ആൾക്കാരാണ് ഉജ്ജ്വൽ യോജന പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തതും അവർക്ക് ഈ കേന്ദ്ര ഗവൺമെന്റ് ഇത്തരത്തിൽപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കപ്പെടുകയും ചെയ്തു. പക്ഷെ ഇപ്പോൾ ഉജ്ജ്വൽ യോജനയ്ക്ക് വേണ്ടി നമ്മൾ നമ്മുടെ വാർഡുകളിൽ ഇറങ്ങുന്ന സമയത്ത് പഴയ പോലെ ഉജ്ജ്വൽ യോജനയ്ക്ക് ആവശ്യമുള്ള ഗ്യാസ് ആവശ്യമുള്ള കുടുംബങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെ കുറഞ്ഞിരിക്കുന്നു. എല്ലാ വീടുകളിലും ഗ്യാസൊക്കെ എത്തുന്ന ഒരു സാഹചര്യമായി കഴിഞ്ഞു. കേവലം രാഷ്ട്രീയം പറയുകയാണെന്ന് ധരിക്കരുത്. 9 വർഷം കൊണ്ട് കേരളത്തിലും അതോടൊപ്പം തന്നെ ആ രാഷ്ട്രീയമല്ല കേരളത്തിൽ ഭരിക്കുന്നതെങ്കിൽ പോലും ഇന്ത്യയിലെമ്പാടും 10 കോടി ജനങ്ങൾക്കാണ് ഉജ്ജ്വൽ യോജന ഗ്യാസ് കിട്ടിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായ 144 കോടി കുടുംബങ്ങൾ 144 കോടി ജനങ്ങൾ വസിക്കുന്ന ഭാരതത്തില് 10 കോടിയിൽ പരം ആൾക്കാർക്കാണ് ഉജ്ജ്വൽ ഗ്യാസ് യോജന ലഭിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഒട്ടും വിഭിന്നമല്ല. കേരളത്തിൽ ഏകദേശം ഉജ്ജ്വൽ ഗ്യാസ് യോജന 3.14 ലക്ഷം ആൾക്കാർക്കാണ് ഉജ്ജ്വൽ യോജന ഗ്യാസ് കേരളത്തിൽ കിട്ടിയിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ സുതാര്യമായ ജനസേവനപരമായ പദ്ധതികളിലൊന്നായ 314 പ്രോഗ്രാമുകളാണ് കഴിഞ്ഞ 9 വർഷം കൊണ്ട് ഈ ഇന്ത്യ മഹാരാജ്യത്ത് പുതുതായിട്ട് ആരംഭിച്ച പ്രോഗ്രാമുകൾ. എല്ലാരും പെൻഷൻ പദ്ധതിയുടെ ഉദ്ഘാടനം വാർഡ് കൗൺസിലർ സന്തോഷ് കണിയാമ്പറമ്പിൽ നിർവഹിച്ചു. ഈ 32-ാം വാർഡിലെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഞങ്ങളൊരു പുതിയ പദ്ധതി രൂപീകരിച്ചിരിക്കുന്നു. ഞങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റികളെല്ലാം കൂടി ചേർന്നിട്ട് തീരുമാനമെടുത്തതാണ്. അത് എത്രമാത്രം വിജയിക്കുന്നു അറിയില്ല, എങ്കിലും ഞങ്ങൾ അതിന് തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ വാർഡിലെ നിരാലംബരായിട്ടുള്ളത്, അത് ആശ്രിതർ ഇല്ലാത്തവർക്ക്, അത് മാത്രമല്ല ഒരു കുടുംബത്തിലെ അത്താണിക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടുള്ളത്, അപ്പം ആ കുടുംബത്തിന്റെ നാഥൻ എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഞങ്ങളൊരു ധനസഹായം, അത് പെൻഷൻ മാറി മാസം 1000 രൂപ വെച്ചാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സുരേഷ് ആക്കനാട്, രാജേഷ് കൊച്ചയ്യത്ത്, രാജേഷ് ആലയ്ക്കൽ, സുഭാഷ് കടക്കാപ്പള്ളിൽ, സതീഷ് കുന്തോളിൽ, കവിത, രാജേഷ്, കല, ശോഭന, ശ്രീജ തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ്, കൃഷ്ണപുരം.